ഹലോ നമസ്കാരം അമലാണേ. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തെമ്മല എക്കോ ടൂറിസം അഡ്വഞ്ചർ സോണിനകത്താണ് കേട്ടോ. തെമ്മല എക്കോ ടൂറിസം നമ്മുടെ തെമ്മലയെന്ന് ഞാൻ വേണേൽ പറയും കേട്ടോ. കാരണം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് പുനലൂരിൻ്റെയും തെങ്കാശിയുടെ ഇടയ്ക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന നല്ലൊരു അടിപൊളി സ്പോട്ടാണ് നമ്മുടെ ഈ തെമ്മല എക്കോ ടൂറിസം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ മാനുകളെയൊക്കെ നമുക്ക് അടുത്ത് കാണാം, തെമ്മല ഡാം കാണാം. അങ്ങനെ ഒരുപാട് എക്കോ ടൂറിസത്തിൻ്റെ കാഴ്ചകളും ലെഷർ സോണും അഡ്വഞ്ചർ സോണും ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് നല്ലൊരു ഗംഭീര പരിപാടിയാണ് നമ്മുടെ തെമ്മല എക്കോ ടൂറിസത്തിൽ ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. ഇന്നത്തെ യാത്ര തികച്ചും ഒരു പ്ലാനും ഇല്ലാത്ത യാത്രയാണ് കേട്ടോ. ഞാൻ പുനലൂർ വരെ വന്നപ്പോഴത്തേക്കും എന്നാൽ പിന്നെ തെമ്മല ബസ് കിടക്കുന്നുണ്ട്, നേരെ പോയേക്കാന്ന് കരുതി വന്നതാണ് തെമ്മലയിലേക്ക് കേട്ടോ. ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഡാമിനോട് ചേർന്ന് തന്നെ ഒരു ടിക്കറ്റ് കൗണ്ടർ കാണാം. അവിടെ ചെല്ലുമ്പോൾ ഇവിടുത്തെ ആക്ടിവിറ്റീസിനെ കുറിച്ച് എല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആക്ടിവിറ്റീസാണ് ഉള്ളത്. ഞാനിവിടെ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ അഡ്വഞ്ചർ സോണിലേക്കുള്ള ഒരു ടിക്കറ്റാണ് എടുത്തത്. 150 രൂപയാണ് എനിക്ക് ടിക്കറ്റ് ചാർജ് വന്നത്. ടിക്കറ്റ് എടുത്ത് നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ഏകദേശം 300 മീറ്റർ നടന്നു വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു അഡ്വഞ്ചർ സോണിൻ്റെ എൻട്രൻസ് നമുക്ക് കാണാം കേട്ടോ. അവിടുന്ന് അകത്തേക്ക് കയറി നേരെ വരുന്നത് ടിക്കറ്റ് അവിടെ കാണിക്കുന്നത്. ആ ടിക്കറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മളെ അകത്തേക്ക് കയറ്റി വിടുമ്പോൾ ആദ്യം കാണുന്നത് ഈ ഒരു ബ്രിഡ്ജാണ് കേട്ടോ. ഇത് ഈ മരങ്ങൾക്കിടയിലൂടെയൊക്കെ ഒരുപാട് മുകളിലേക്ക് നമുക്ക് മരത്തിൻ്റെ മുകളിലേക്ക് കൂടെ നടന്നു പോകുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. വേറെങ്ങും കിട്ടത്തില്ല, വേറെങ്ങും ഇല്ല താനും. എൻ്റെ അറിവിലില്ല. നമ്മുടെ വാഗമണിലൊക്കെ ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫീൽ ചെയ്യുന്നത്. തെമ്മലയെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടും ഇതുവരെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല. പണ്ടൊക്കെ സ്കൂളിൽ നിന്ന് ടൂർ ചെയ്യുന്നപ്പോഴൊക്കെ നമ്മളിവിടെ വന്ന് ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. എന്നാലും പിന്നെ ഇപ്പോഴാണ് വരാൻ പറ്റിയത്. പണ്ടെപ്പോഴോ പറയുന്ന പോലെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറയുന്ന പോലെ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന സംഭവമായിട്ട് നമ്മൾ അങ്ങനെ വലുതായിട്ട് മൈൻഡ് കൊടുക്കാറില്ലെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. സംഭവം എന്തായാലും നല്ല അടിപൊളി ഒരു സെറ്റപ്പാണ് കേട്ടോ ഇതിനകത്തുള്ളത്. നമ്മുടെ ആ സ്റ്റെപ്പ് കയറി വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഫോറസ്റ്റിൻ്റെ ആംബിയൻസ് ആയിട്ട് ഒരു ആളും അനക്കോ ഒന്നുമില്ല, കിളികളുടെയും ചീവീടിൻ്റെയും സൗണ്ട് മാത്രം കേൾക്കാനുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ വന്നിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു അഡ്വഞ്ചർ സോണിലേക്കുള്ള ടിക്കറ്റ് എടുത്താണ് ഞാൻ കയറി വന്നതെന്ന്. അപ്പം അഡ്വഞ്ചർ സോൺ എന്ന് പറയുമ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതുപോലെ ഒരു മാൻമെയ്ഡ് പോണ്ടൊക്കെ നമുക്ക് ഇവിടെ കാണാം. അങ്ങനെ കുട്ടികൾക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പം കാണാം കേട്ടോ. പിന്നെ വേറെ വലിയ മൃഗങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഡേഞ്ചർ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും കണ്ടില്ല. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ജീവികളൊക്കെ ഇങ്ങനെ മരത്തിൽ കൂടെ ചാടിപ്പോകുന്നേക്കെന്ന് കണ്ടു കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ കാണുന്ന പോലുള്ള റോപ്പ് വെച്ചുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും സൈക്ലിങ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. ഞാൻ വന്നത് തിങ്കളാഴ്ച ദിവസമാണ് കേട്ടോ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം തിരക്കൊന്നുമില്ല, വർക്കിംഗ് ഡേ അല്ലേ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഒരു കുളം കാണാം കേട്ടോ. ഈ കുളത്തിനകത്ത് ഒരുപാട് മീനുകളെയൊക്കെ നമുക്ക് കാണാം. നമ്മുടെ കോയിക്കാർപ്പിനെയൊക്കെ വളർത്താനിട്ട് നല്ല വലിപ്പമുള്ള മീനുകൾ കേട്ടോ. പിന്നെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാം. ഞാൻ എടുത്തത് 150 രൂപ ടിക്കറ്റാണ്. അതായത് ഈ ആക്ടിവിറ്റീസ് ഒന്നും അറ്റൻഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് കണ്ടു പോകുന്നേ ഉള്ളൂ. അതാണ് ഞാൻ 150 രൂപ ടിക്കറ്റ് എടുത്തത്. ആക്ടിവിറ്റീസ് എല്ലാം അറ്റൻഡ് ചെയ്യാനായിട്ട് ഏകദേശം 450 രൂപ ടിക്കറ്റാണ് കേട്ടോ അവർ പറഞ്ഞത്. ഞാൻ വന്നത് തിങ്കളാഴ്ച ദിവസം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം തിരക്കൊന്നുമില്ല. അത് മാത്രമല്ല ഇവിടെ സ്റ്റാഫുകളെ ഒന്നും കാണുന്നുമില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ അവരിവിടെ ഇൻഫോം ചെയ്യുമായിരിക്കാം ഇതുപോലെ ഫുൾ ആക്ടിവിറ്റീസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ടിക്കറ്റ് എടുത്ത് ആളുകൾ വരുന്നുണ്ടെന്ന്. ആ സമയത്ത് ഇവർ റെഡിയായി നിൽക്കത്തുള്ളെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അങ്ങനെ ആയിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വരുമ്പോൾ ആരും കാണാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. തിങ്കളാഴ്ച ആയതുകൊണ്ടാണോ എന്നും അറിയില്ല. ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ അടുത്ത വന്നത് ഡീർ പാർക്കിലേക്കാണ് കേട്ടോ, മാനുകളെ കാണാനായിട്ട്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് നേരെ അകത്തോട്ട് വന്നപ്പോൾ ആദ്യം കണ്ട കാഴ്ച ഇതാണ് കേട്ടോ. മാനുകൾ ഉണ്ടെന്നറിയാം, എന്നാൽ ഇത്ര അടുത്ത് ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് എനിക്കൊട്ടും പ്രതീക്ഷയില്ലായിരുന്നു. പണ്ടെപ്പോഴോ ഈ സ്കൂളിൽ നിന്ന് ടൂർ വന്നപ്പോഴാണ് ഞാൻ ഇതിനകത്തും കയറിയിട്ടുള്ളത്. പക്ഷേ നല്ല അടിപൊളി കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാണ് ഇത്. ഇവിടെ മാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഒരുപാട് മാനുകളെ നമുക്ക് കാണാം. ഇതിനെ കേഴമാൻ എന്ന് പറയുന്നു തോന്നുന്നു കേട്ടോ. കേഴമാന് തന്നെയാണോ ഇതിൻ്റെ പേരെന്ന് അറിയില്ല കേട്ടോ. ഇവിടെ സാമ്പാർ ഡിയർ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. സാമ്പാർ എന്താണെന്ന് അറിയില്ല, അതിൻ്റെ പേര് അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ. അവിടുന്ന് വീണ്ടും നമുക്ക് ഇതുപോലുള്ള വഴികളിലൂടെ നടന്നു വരുമ്പോൾ വലത് സൈഡിലായിട്ട് വീണ്ടും ഒരുപാട് പുള്ളിമാനുകൾ നിൽക്കുന്ന കാഴ്ച കാണാം. പണ്ട് ഡിസ്കവറി ആനിമൽ പ്ലാന്റിനകത്തൊക്കെ നമ്മൾ ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരുന്നിട്ടുണ്ട്. ഇതുപോലുള്ള പുള്ളിമാനുകളെയൊക്കെ കടുവയും പുലിയൊക്കെ ആക്രമിച്ച് പിടിക്കുന്ന കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പുള്ളിമാനുകളൊക്കെ വളരെ അടുത്ത് നമുക്ക് കാണാം കേട്ടോ. ഞാൻ അവിടുന്ന് ദൂരെ നിന്ന് വന്നപ്പോഴേ ഈ മാനുകളൊക്കെ ഒരു പ്രത്യേകതര സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു സൈഡിലേക്ക് മാത്രം നോക്കി അവർ അനങ്ങാതെ നിൽക്കുന്നൊരു കാഴ്ച കേട്ടോ ഈ ഒരു സൈഡ് വന്നപ്പോൾ കണ്ടത്. എന്താണെന്ന് അറിയത്തില്ല. നമ്മുടെ ഈ അനിമൽ പ്ലാന്റിലും ഡിസ്കവറിയിലും ഒക്കെ ഞാനും കണ്ടിട്ടുണ്ട്. ഈ പുലിയും സിംഹമൊക്കെ ആക്രമിക്കാൻ വരുമ്പോൾ ഇവരിങ്ങനെ നോക്കി നിൽക്കുന്നത്, അത് കഴിഞ്ഞ് ശ്രദ്ധിച്ച് കുറച്ച് നേരം അനങ്ങാതെ നിന്നിട്ട് ഓടുന്നതൊക്കെ. ഇവിടെ അങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഈ ഒരു
ഡീർ പാർക്കിനകത്ത് ഈ തെമ്മല വരുമ്പോൾ കാണാനുള്ളത് മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ്. തെമ്മല വന്നു കഴിഞ്ഞാൽ ഇത് മിസ്സാക്കിയിട്ട് പോരുത് കേട്ടോ. അപ്പോൾ അതേ തെമ്മലയിലേക്ക് വരുന്നവർ ഈ 2 സ്പോട്ടുകൾ മാത്രം കണ്ട് പോരുത് കേട്ടോ. തെമ്മല ഡാമുണ്ട്, ലെഷർ സോൺ ഉണ്ട്, അഡ്വഞ്ചർ സോൺ ഉണ്ട്, പിന്നെ ഡിയർ പാർക്കുണ്ട്. അതുപോലെ തെമ്മലയിൽ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഗ്രൂപ്പായിട്ട് വന്ന് നമുക്ക് അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് വന്നിട്ട് സ്റ്റേ എടുത്ത് അവിടെ ക്യാമ്പ് ഫയർ ബാർബിക്യൂ പരിപാടികളൊക്കെ ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പരിപാടികളൊക്കെ നമ്മുടെ തെമ്മലയിലും ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് തെമ്മല വരുമ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന സ്പോട്ടുകളാണ് പാലരുവി, കുറ്റാലം, തെങ്കാശി, ചെങ്കോട്ടയൊക്കെ. അതുപോലെ തന്നെ പാണ്ഡവൻപാറ, പിന്നെ കൊല്ലംകാരുടെ മൂന്നാർ എന്നറിയപ്പെടുന്ന അമ്പനാട് എസ്റ്റേറ്റ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഒരു ഡീറ്റെയിൽ വീഡിയോ ഒരിക്കൽ കൂടി ചെയ്യുന്നതായിരിക്കും കേട്ടോ. താങ്ക്